നക്ഷത്രക്കുഞ്ഞ്. കഥ തുടരുന്നു. കുഞ്ഞുമോൾ എൻ്റെ മടിയിൽ കിടന്ന് അവളുടെ അമ്മയോട് എന്തൊക്കെയോ കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കണ്ണനെ വിട്ടുപിരിഞ്ഞ ശകുന്തലയുടെ മനോവ്യത എൻ്റെ ഭാര്യ കാറിലിരുന്ന് അഭിനയിക്കുകയായിരുന്നുവോ? ഭാര്യ പരിഭവം നടിച്ചിരിക്കുകയായിരുന്നു. സ്പീഡിൽ ഓടുന്ന കാർ ഒന്ന് രണ്ട് ഹെയർപിൻ വളവ് തിരിയുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഭാര്യ ചരിഞ്ഞു വീണു. ഞാനവളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഗൗരവക്കാരനായി തന്നെ ഇരുന്നു കൊടുത്തു. ഏതാനും നാഴിക പിന്നിട്ടപ്പോൾ കാറിനുള്ളിലേക്ക് വെയിൽ നാളങ്ങൾ വന്നു വീഴാൻ തുടങ്ങി. ഇടയ്ക്ക് പുറത്തുനിന്നുള്ള കാറ്റ് കാറിനുള്ളിൽ കടന്ന് ചുറ്റിക്കറങ്ങിയിരുന്നു. കാറ്റടിക്കുമ്പോൾ കുഞ്ഞുമോളുടെ മുടിച്ചുരുളുകൾ പാറാൻ തുടങ്ങും. കാറ്റിൻ്റെ കുസൃതി കുഞ്ഞുമോളുടെ മുടിച്ചുരുളുകളെ മേലോട്ട് ഒരു ബ്രഷ് പോലെ നിർത്തുന്നത് കാണാൻ കൗതുകമുണ്ട്. അപ്പോൾ ഒരു ആൺകുട്ടിയുടെ ഛായയാണ് തോന്നുക. മേൽപോട്ട് മാടി ഒതുക്കി കെട്ടി ഒരു മയിൽപ്പീലി ചൂടിക്കൊടുക്കുക. എന്തൊരു ഓമനത്തരമായിരിക്കും! എൻ്റെ കടിഞ്ഞൂൽക്കനി ഒരാൺകുഞ്ഞാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഭാര്യയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് പിറക്കണമെന്നായിരുന്നു മോഹം. എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ ബെറ്റ് വെച്ചു. ഞാൻ തീർത്തു പറഞ്ഞു ആദ്യത്തെ ആൺകുഞ്ഞായിരിക്കുമെന്ന്. അല്ല, പെൺകുട്ടിയാവും. എന്താണ് ഇത്ര ഉറപ്പ്? ശങ്കരൻകുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പെൺകുട്ടിയാവും. ആൺകുട്ടിയാണെങ്കിലോ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണെന്ന് സമ്മതിക്കാം. ഞങ്ങൾ രണ്ടുപേരും ജയിക്കുന്ന മട്ടിൽ തർക്കിക്കാറുണ്ട്. പെൺകുട്ടി പിറന്നാൽ അതിനാവശ്യമായ എല്ലാ ആഭരണങ്ങളും ഞാൻ തന്നെ പണിയിപ്പിച്ചു കൊടുക്കാമെന്നും ആൺകുഞ്ഞാണെങ്കിൽ ഭാര്യയുടെ അച്ഛൻ്റെ വകയായി എല്ലാം പണിയിച്ചു കൊടുക്കണമെന്നും തീരുമാനിച്ചു. പിന്നീട് തർക്കം എന്തെല്ലാം ആഭരണങ്ങൾ വേണമെന്നായി. പെൺകുഞ്ഞാണെങ്കിൽ അരയിലേക്ക് പൊന്നരഞ്ഞാണം, കാലിലേക്ക് സ്വർണ്ണ പാദസരം, കൈകളിൽ വാച്ചുവള, കഴുത്തിലേക്ക് പച്ചക്കല്ല് വെച്ച പാലയ്ക്ക മോതിരം, എല്ലാം കൂടി 1000 ഉറുപ്പിയോളം വരുന്ന ഒരു ബഡ്ജറ്റാണ് അവൾ അവതരിപ്പിച്ചത്. ഞാനത് സമ്മതിച്ചു കൊടുത്തു. ആൺകുട്ടികൾക്ക് ആവശ്യമുള്ളതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാനും പറഞ്ഞു കൊടുത്തു. അവളും അത് അംഗീകരിച്ചു. അവൾക്ക് സമ്മതിക്കാൻ പ്രയാസമില്ല. അവളുടെ അച്ഛൻ്റെ കയ്യിൽ ധാരാളം മലയൻ ഡോളർ, അത് സ്റ്റോക്കുള്ളതാണല്ലോ. രണ്ടുപേരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. 1-2 മാസങ്ങൾ കഴിയുമ്പോഴാണ് ഭാര്യയെ കണ്ടുമുട്ടാറ്. ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് വളർപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ഭാര്യ അടുത്ത് പിടിച്ചിരുത്തി വയറ് മെല്ലെ തലോടിക്കൊണ്ട് തമാശയോട് പറയും, ഈ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞു മോനാണുള്ളത്. നിൻ്റെ 1000 ഉറുപ്പിക പോയത് തന്നെ. എൻ്റെ വയറ്റിലുള്ളത് പെൺകുട്ടിയാണെന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം ആൺകുട്ടിയാണെങ്കിൽ കാലിന്മേലും കയ്യിന്മേലും നീര് വരും. പിന്നെ വയറ്റിൽ കിടന്ന് കുത്തിമറിയും, ചവിട്ടി തുള്ളുകയും ചെയ്യും. നിനക്ക് ഈ വിവരമൊക്കെ എവിടെ നിന്ന് കിട്ടി? വിളക്കത്ര കുഞ്ഞിമാളു അമ്മയോട് പറയണത് കേട്ടു. അപ്പോൾ നിനക്ക് ഒരു അസുഖമില്ല, എനിക്കത് മതി. ഞങ്ങൾ ഭാവിയിൽ പിറക്കാനിരിക്കുന്ന കുട്ടിയെപ്പറ്റി ഓർത്ത് ആഹ്ലാദിക്കാറുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ മരുമകനെ കൊണ്ട് കെട്ടിക്കണം. മരുമകൻ കുഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 3 വയസ്സുകാരൻ. അവൻ്റെ വധുവിനെപ്പറ്റി സ്വപ്നം കാണുകയുമാവാം. കഥ തുടരും.